ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ മാർക്കറ്റൊക്കെ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ന് മറ്റേ ബജറ്റൊക്കെ പ്രഖ്യാപിക്കണ മാസമാണ്. അപ്പോൾ മാർക്കറ്റിൽ ഹ്യൂജ് മൊമെൻ്റ് ഉണ്ടാവും, വോളറ്റിലിറ്റി ഭയങ്കരമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താവും എന്നുള്ളതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ലെവൽസൊക്കെ മാർക്ക് ചെയ്യുക. മാർക്കറ്റ് ഇപ്പോൾ ലിക്വിഡിറ്റിയിലൊന്നും ടാപ്പ് ചെയ്തില്ല. ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മേലേക്ക് താഴേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ താഴെയുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിലുണ്ട്. അവിടെ ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കാൻ പറ്റിയ ഏരിയ ആണ്. ഇനി മുകളിലുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേലെ ഏകദേശം ഈ ഒരു റേഞ്ചിലൊന്നുണ്ട്. ഇന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. നമുക്ക് അവിടെ ഒരു ലൈൻ വരച്ചിട്ട് നോക്കി നോക്കാം ഇന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഈ ഒരു ക്യാൻഡലിൻ്റെ മേലായിട്ടാണ് 23,596. അപ്പോൾ അത് ടാപ്പ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയാൽ ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ മേലേക്കൊരു ഹ്യൂജ് ഒന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലൊന്നും മേലേക്ക് കയറി പോയിട്ടുണ്ട് ഒരു വീക്ക്. അപ്പോൾ അതിൻ്റെ ഹൈ നോക്കുകയാണെങ്കിൽ 23,595. പക്ഷേ ഇത് 596 ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്കാണ് ലെവലുള്ളത്. അപ്പോൾ അത് ടാപ്പ് ചെയ്തില്ല. അതുകൊണ്ട് ഇതുവരെ ലെവൽസൊന്നും ടാപ്പ് ചെയ്തില്ല. നമുക്ക് നോക്കാം. ഏതെങ്കിലും രണ്ട് ലെവൽ തൊട്ടടുത്തുള്ള അപ്പ് സൈഡിലുള്ള ഡൗൺ സൈഡിലുള്ള രണ്ട് ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. ബജറ്റ് 11 മണിക്കെങ്ങാനാണെന്നുണ്ട് തുടങ്ങുന്നത്. എന്തായാലും അത് നമുക്ക് വിഷയമൊന്നുമില്ല. നമ്മൾ പ്രോപ്പർ സെറ്റപ്പ് വരികയാണെങ്കിൽ എടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. നിഫ്റ്റി ആ ഒരു ലെവൽ ടാപ്പ് ചെയ്ത സമയത്ത് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ലെവൽ മാർക്ക് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി റിവേഴ്സിൽ വന്ന് വീണ്ടും വന്നിട്ട് ആ ലെവൽ ടാപ്പ് ചെയ്തതിനു ശേഷം 1 മിനിറ്റ് നോക്കിയിട്ട് എടുത്തൊരു ട്രേഡാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഫ്ലാറ്റ് ട്രേഡിലാണ്. ട്രേഡ് റണ്ണിങ് ആണ്. ബ്രേക്കിംഗ് ലൈനാണ്. ചെറിയ പ്രോഫിറ്റ് ലോസ് ഉള്ള രീതിയിൽ നിൽക്കുകയാണ്. ബ്രാക്കറ്റ് ഓർഡറാണ്. സാധാരണ എടുക്കുന്ന പോലെ തന്നെയുള്ള ഓർഡറാണ്. 150 ക്വാണ്ടിറ്റി. ടാർഗറ്റ് അല്ല, എൻട്രി പ്രൈസ് SL ഒന്നും പറയാനുള്ള ടൈം പോലും എടുത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ SL അടിച്ചു വരുന്നതുകൊണ്ട്. ഓക്കെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എൻട്രി എടുത്തു. താഴേക്കുള്ള ഒരു പുട്ട് ഓപ്ഷൻ എടുത്തത്. അത് മേലുള്ള ലെവൽ ടാപ്പ് ചെയ്തപ്പോൾ അതെടുത്ത് പെട്ടെന്ന് തന്നെ SL അടിക്കുകയും ചെയ്തു. അതിൻ്റെ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുത്തത് 11:14:3 14:38. ഒരു ഏകദേശം ഒരു 30 സെക്കൻഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അത്രയും പെട്ടെന്നാണ് SL അടിച്ചത്. കുഴപ്പമില്ല, നമ്മളെ റെക്കോർഡ് 10 സെക്കൻഡിൽ SL അടിച്ചാണ്. സോ എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് SL ആണ്. എടുത്തു 30 സെക്കൻഡ് കൊണ്ട് തന്നെ അടിച്ചു. പ്രോപ്പർ എൻട്രിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ഹയർ ടൈം ഫ്രെയിം ലെവൽ മേലെ ഒരു ടാപ്പ് ചെയ്തതിന് ശേഷം എടുത്തൊരു എൻട്രിയാണ്. അതിനുശേഷം 1 മിനിറ്റിൽ നോക്കിയിട്ട് 1 മിനിറ്റിൽ പ്രോപ്പർ സെറ്റപ്പ് ഒക്കെ വന്നിട്ട് എടുത്ത എൻട്രിയാണ്. അത് SL അടിച്ചു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നിഫ്റ്റിയിൽ ഒരു ട്രേഡും കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റി ഡേ ഹൈ ഒക്കെ എടുത്തതിന് ശേഷം, ഡേ ഹൈ ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തതിന് ശേഷം താഴോട്ടേക്കുള്ള സെയിം സ്ട്രൈക്ക് തന്നെ സെയിം രീതി തന്നെയുള്ള ഒരു ട്രേഡും കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് ട്രേഡിൽ പോയിട്ട് കാണിച്ച ഡീറ്റെയിൽസ് ഇതാണ്. സെയിം സ്ട്രൈക്ക് തന്നെയാണ്, അതിൽ തന്നെയാണ് വന്നത്. 23,600 ഔട്ട് ഓപ്ഷനാണ്. ബി ഓർഡർ 150 ക്വാണ്ടിറ്റി. അതിൻ്റെ എൻട്രീൻ്റെ ടൈമും ഡീറ്റെയിൽസൊക്കെ നോക്കുകയാണെങ്കിൽ എൻട്രി പ്രൈസ് 203.95 ആണ്. ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ ട്രേഡ് 11:25. ഓക്കെ, അതിൻ്റെ ടാർഗറ്റ് 233.95. കറക്റ്റ് 30 പോയിൻറ്റ്സിലാണ് ടാർഗറ്റ് വെച്ചത്. SL നോർമലി സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ 6 പോയിൻ്റാണ് SL. അപ്പോൾ 30 പോയിൻറ്റ്സ് ടാർഗറ്റും 6 പോയിൻ്റ് SLും. എന്തായാലും ട്രേഡ് ഇവിടെ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഒരു 900 രൂപ ലോസ് ഉണ്ട്. ഓൾറെഡി ഒരു ട്രേഡ് എടുത്തതാണ്, അത് SL അടിച്ചാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ട്രേഡാണ്. രണ്ടാമത്തെ ട്രേഡ് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കി അതിൻ്റെ ടാർഗറ്റ് ഏകദേശം ആ ഒരു ട്രേഡ് എൻട്രി എടുത്തത് ഏകദേശം ഈ റേഞ്ചിലാണ്. അതായത് ഞാൻ പൊസിഷൻ്റെ ടൂൾ വെച്ച് കാണിച്ചു തരാം. എൻട്രി പ്രൈസ് എന്ന് പറഞ്ഞത് 203 എങ്ങനെയാണ്. ഇനി 203 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ 203 പോയിൻറ്റ് സംതിങ് ആണ്. ഏകദേശം ഇവിടെ ഇട്ട് വെക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, കുറച്ച് മേലെയായിട്ട്. ഓക്കെ, 203 ഏകദേശം ഈ റേഞ്ചിലാണ് എൻട്രി വന്നത്. ഇനി ടാർഗറ്റ് 30 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 233 ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും ടാർഗറ്റ് വരിക. ഓക്കെ, അപ്പോൾ എൻട്രി ഏരിയയിൽ ടാർഗറ്റ് ആയ ഏരിയയിൽ ഇനി SL 6 പോയിൻ്റാണ്. SL 9 പോയിൻറ്റ് 6 പോയിൻറ്റ് വരുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട് വരും. കുറച്ചുകൂടെ ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട് വരും. അതിൻ്റെ SL 5 6. ഓക്കെ, 6 പോയിൻറ്റ് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ട്രേഡ് ഉള്ളത്. എൻട്രി ടാർഗറ്റ് SL ഫുള്ള് സെറ്റ് ചെയ്ത ട്രേഡാണ്. ഇതിലെന്തായാലും വേറെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഒന്നുകിൽ ടാർഗറ്റ് അല്ലെങ്കിൽ SL ഉള്ള രീതിയിൽ തന്നെ എടുക്കുന്ന ട്രേഡാണ്. മേലേക്ക് പോകുകയാണെങ്കിൽ SL അടിക്കും, അതല്ല നിഫ്റ്റി താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് അടിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം, ടാർഗറ്റ് അടിക്കുമോ SL അടിക്കുമോ എന്താണെന്നുള്ളതൊക്കെ. ചെറിയൊരു മൊമെൻ്റൊക്കെ കാണുന്നുണ്ട്. ഒരു ട്രേഡ് ഓൾറെഡി ലോസ് അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ട്രേഡ് ലോസ് വരുമ്പോൾ 900 രൂപ ഓൾറെഡി ലോസിലാണ്. ഇനിയിപ്പോൾ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഈ 4,500 ആയിരിക്കും പ്രോഫിറ്റ് ചെയ്യുക.
1:5 ട്രേഡാണ് ഒക്കെ. 900 രൂപ ലോസും 4500 രൂപ പ്രോഫിറ്റും. അപ്പോൾ ഒരു ട്രേഡ് ഓൾറെഡി ലോസ് അടിച്ച് നിൽക്കുന്നുണ്ട്, 900 രൂപ ലോസ്. ഇതിപ്പോൾ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ 4500 മൈനസ് 900 എന്ന് പറയുമ്പോൾ ഏകദേശം 3900 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ. ഇത് ലോസ് വരികയാണെങ്കിൽ 900 1800 റേഞ്ചിലായിരിക്കും ടോട്ടൽ ലോസ് വരിക. എന്തായാലും നോക്കി നോക്കാം, ലോസ് SL അടിക്കുകയോ ടാർഗറ്റ് അടിക്കുകയോ ഉള്ളത് എന്തായാലും ഞാൻ പറയാം. നമ്മുടെ ആ ഒരു ട്രേഡും ഇവിടെ SL അടിച്ചിട്ടുണ്ട്. മാർക്കറ്റ് നല്ലൊരു ഫാളായിട്ട് വരുന്നുണ്ട്, അല്ല മാർക്കറ്റ് മേലേക്ക് കയറുന്നുണ്ട്, പ്രീമിയം നല്ല ഫാളാണ്. അപ്പോൾ ഫസ്റ്റത്തെ 2 ട്രേഡും ഇവിടെ കാണാം, 2 ട്രേഡ് SL ആണ്. നേരത്തെ പറഞ്ഞ പോലെ 900 1800 ലോസ് വന്നത്. ബാക്കി ചെറിയൊരു സ്ലിപ്പേജ് ആണ്. അപ്പോൾ എല്ലാത്തിനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് ഒരു രണ്ടിനടുത്ത് SL അടിച്ച്, രണ്ടാമത്തെ രണ്ടിനടുത്ത് രണ്ടും SL അടിച്ച്. ഇപ്പോഴും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ താഴേക്ക് തന്നെയാണ്, ഒരു ബെയറിഷ് മൊമെൻ്റാണ് എക്സ്പെക്റ്റേഷൻ. കാരണം മേലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആദ്യം ഒരു ഹയർ ടൈം ഫ്രെയിം 15 മിനിറ്റിലുള്ള ഒരു ലിക്വിഡിറ്റി എടുത്ത് അതിനുശേഷം ഒന്ന് താഴേക്ക് പോയി ആ ഒരു രീതി ലെവൽ അങ്ങനെ നിന്നിട്ട് വീണ്ടും ഡേ ഹൈ ലിക്വിഡിറ്റി ഒന്ന് കളക്ട് ചെയ്ത്. അപ്പോൾ മേലുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ഇങ്ങനെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് താഴേക്ക് പോകാനാണ് ചാൻസ്. അതല്ലാന്നുണ്ടെങ്കിൽ മേലേക്ക് ട്രെൻഡിങ് ആയിട്ട് മേലേക്ക് തന്നെ പോകുന്നതായിരിക്കണം. അപ്പോൾ നിലവിലിപ്പം താഴേക്ക് തന്നെയാണ് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പുതിയൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം, സമയമുണ്ടല്ലോ. അതില്ലാന്നുണ്ടെങ്കിൽ വേറെ ട്രേഡൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ ഇവിടെ ഒരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ സെയിം പുട്ട് ഓപ്ഷൻ തന്നെ ഒരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട്, താഴേക്ക് പോകുന്നുള്ള എക്സ്പെക്റ്റേഷനിൽ. ഇവിടെ റണ്ണിങ് ആണ് ട്രേഡ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ട് എളുപ്പമെടുത്ത ട്രേഡാണ്. എൻ്റെ എൻട്രി പ്രൈസ് 180.87 ആണ്. 11:37 അടുത്താണ് ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ടാർഗറ്റ് 180-30 പോയിൻറ്റ്. അപ്പോൾ 210 ടാർഗറ്റ് ഉള്ളത്. കറക്റ്റ് 30 പോയിൻറ്റ്സിൽ ടാർഗറ്റ് വെച്ച ഒരു ട്രേഡാണ്. 1:5 SL 6 പോയിൻറ്റും. അപ്പോൾ കറക്റ്റ് 1:5 ഉള്ള ട്രേഡാണ്. 6 പോയിൻറ്റ് SL 30 പോയിൻറ്റ് ടാർഗറ്റ്. ഇവിടെ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ട്രേഡ്. ആദ്യത്തെ ട്രേഡിൽ 2 ട്രേഡ് എടുത്ത് SL അടിച്ചതിൽ 1800 രൂപയോളം ലോസ് ഉണ്ട്. അപ്പോൾ ഇതിലും ഇപ്പോൾ ചെറിയൊരു ലോസ് റണ്ണിങ് ആണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. 180 എൻട്രി, 180 പോയിൻറ്റ് സംതിങ്ങിലാണ് എൻട്രി വന്നത്. അതിന് ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി വന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മറ്റേ പൊസിഷൻ്റെ ടൂള് അതാ ഇവിടെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. എൻട്രി വന്ന 180 പറയുമ്പം 80 ഏകദേശം ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് എൻട്രി വന്നത്. അതിൻ്റെ ടാർഗറ്റ് 30 പോയിൻറ്റ്സ് പറയുമ്പോൾ ഏകദേശം ഇവിടെയൊക്കെ 30 ഏകദേശം ഈ ഒരു റേഞ്ചിൽ ടാർഗറ്റ് വരും. 110 അതിന് നമ്മളടുത്ത് കണ്ട് ചെറിയൊരു മൊമെൻ്റ് വരുന്നുണ്ട്, നിഫ്റ്റി താഴേക്ക് വരുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. SL 6 പോയിൻ്റാണ്. 6 പോയിൻറ്റ് വരുമ്പോൾ ഏകദേശം 8 ഈ ഒരു റേഞ്ചിൽ ഒരു 6 ഏകദേശം ഇവിടെ ഒരു വരും 6 പോയിൻറ്റ് SL പറഞ്ഞ്. അപ്പോൾ എൻട്രി എടുത്ത് SLും ടാർഗറ്റ് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊന്നും ചെയ്യാനൊന്നുമില്ല, ഇനി വെയിറ്റ് ചെയ്യാനുള്ളൂ. ഇതിലെന്തായാലും അത്യാവശ്യം ചെറിയൊരു മൊമെൻ്റ് കാണിക്കുന്നുണ്ട്. നിഫ്റ്റിയിലും ഫ്യൂച്ചറിലും ഒക്കെ ആ ഒരു ഏരിയയിൽ നല്ലൊരു ബെയറിഷ് മൊമെൻ്റ് കാണിക്കുന്നുണ്ട്. അതേമാതിരി നമ്മളെ പ്രീമിയം അത്യാവശ്യം എടുത്തു കൊടുത്തുനിന്ന് പിന്നെ വല്ലാണ്ട് ലോസിലേക്ക് പോയില്ല, തിരിച്ച് നല്ല മൊമെൻ്റ് തന്നെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. എടുത്തു കൊടുത്തത് പിന്നെ അങ്ങനെ വല്ലാണ്ട് ലോസിലേ പോയില്ല, പച്ചയിലേക്ക് തന്നെയാണ് കയറുക. നല്ല വരവാണല്ലോ വരുന്നത്, നല്ല ഹൈ മൊമെൻ്റാണ് വരുന്നത്. ടാർഗറ്റ് അടിച്ചു, വളരെ പെട്ടെന്നാണുള്ളത് അതിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ. വളരെ പെട്ടെന്ന് ടാർഗറ്റ് അടിച്ചൊരു ട്രേഡാണ്. ആകെ 1-2 ക്യാൻഡിൽ എടുത്തിട്ടുള്ളൂ ടാർഗറ്റിന്. ടാർഗറ്റ് അടിച്ചതിന് ശേഷം കുറച്ചും കൂടി ഒരു മേലേക്കൊക്കെ പോയതിന് ശേഷം നമുക്ക് പ്രശ്നമില്ല. നമ്മൾ കറക്റ്റ് എൻ്റെ അടുത്ത് SLും ടാർഗറ്റ് സെറ്റ് ചെയ്ത ട്രേഡാണ്. അതിൻ്റെ ടൈമും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ എൻട്രി വന്ന് 11:37 വന്ന് 39 ടാർഗറ്റ് അടിച്ച്. ആകെ 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, 28-38 2 മിനിറ്റും 10 സെക്കൻഡും. ആ ടൈമിനുള്ളിലാണ് ആ ഒരു പ്രോഫിറ്റ് അടിച്ചത്. ആ ഒരു ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് അടിച്ചത് 4500 ആയിരിക്കും, 4500 ആയിരിക്കും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് അടിച്ചത്. 2 ട്രേഡിൽ SL ഉള്ളത് കൊണ്ടാണ് ഇത് ടോട്ടൽ 2600 കാണിക്കുന്നത്. അപ്പോൾ 11:37 എൻട്രി എന്ന് പറയുമ്പോൾ ആ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ 11:38 ഈ ഒരു ക്യാൻഡിലാണ് 11:37 ക്യാൻഡിൽ. അപ്പോൾ ഈ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം പിന്നെ റെഡ് ക്യാൻഡിലൊന്നും കാണേണ്ടി വന്നില്ല. ആകെ 2 ക്യാൻഡിൽ എടുത്തിട്ടുള്ളൂ. ഇവിടുന്ന് എൻട്രി എടുത്ത് തൊട്ടടുത്ത ക്യാൻഡിൽ ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ, അതിൻ്റെ അടുത്ത ക്യാൻഡിൽ തന്നെ ടാർഗറ്റ് അടിച്ച്. അപ്പോൾ അത്രയും നല്ലൊരു മൊമെൻറ്റത്തിലാണ് ടാർഗറ്റ് അടിച്ചത് നമുക്ക്. അത് ഇതായതുകൊണ്ടേക്കും മറ്റേ ബജറ്റിൻ്റെ വോളറ്റിലിറ്റി മൊമെൻ്റൊക്കെയാണ് ഇപ്പോൾ കാണിക്കണത്. അത് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ എന്തായാലും പ്രോപ്പർ എൻട്രി പ്രകാരമുള്ള എൻട്രി എടുക്കാന്നുള്ളൂ. ഇന്നിപ്പോൾ എന്തായാലും ആ ഡേ ഹൈ ടിപ്പ് എന്നൊക്കെയാണ് ഒരു എൻട്രി കിട്ടിയത്. ഇന്നത്തെ ഡേയിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് എൻട്രി വന്നത്. അവിടെ താഴേക്ക് വന്ന് ഒരു ടാർഗറ്റ് അടിച്ചു. അപ്പോൾ എന്തായാലും 3 ട്രേഡ് ആയിട്ടുണ്ട്, 2 SLും 1 ടാർഗറ്റുമാണ് ഇതുവരെ എടുത്തത്. ഇനി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. നല്ല ഇതെന്താ സംഭവം,
സാധാരണ കാണാത്തൊരു സൈനാണല്ലോ. ആസ് എ വർക്കർ ഓൺ പ്ലീസ് ട്രൈ ടു യൂസ് 24 hours ടു അപ്ലൈ ടൈപ്പ് 24 hours ആൻഡ് ഹിറ്റ് എൻ്റർ. റിയൽ ടൈം ഡാറ്റ ഓൺ ബാങ്ക് നിഫ്റ്റി 15. ഇന്ന് ബഡ്ജറ്റ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ശനിയാഴ്ച സ്പെഷ്യൽ ആയതുകൊണ്ടാണോ അറിയില്ല. എന്തായാലും ഒരു പറഞ്ഞ പോലെ ചെയ്ത് നോക്കാം. 24 hours ആക്കി നോക്കാം. 24 hours ആക്കാൻ കഴിയൂലേ? 24 hours പറഞ്ഞാൽ 1 day അല്ലേ? അതെന്തെങ്കിലും ആവട്ടെ. ഓരിനെ പറഞ്ഞ ഓരിനെ ഇതാക്കിയിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും കാര്യം നടന്നാലല്ലോ. നമുക്ക് 1 minute ഇട്ടിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമ്മളെ 3 ട്രേഡ് കഴിഞ്ഞു. ഇനി പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി വരികയാണെങ്കിൽ ഓക്കെ. ഇനി ഒരു ടൈം ഫ്രെയിമിൽ ഏതായാലും ലെവൽ ടാപ്പ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി നോക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ. നിഫ്റ്റിയിൽ 5 minute ഇവിടെ ചെറിയൊരു ലിക്വിഡിറ്റി ഒരു ടാപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള ഒരു ചെറിയൊരു ഇൻ്റേണൽ എന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയയാണ്. അവിടെ ടാപ്പ് ചെയ്ത് നിൽക്കണം. അപ്പോൾ വേണമെങ്കിൽ മേലോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റിയ ലെവലാണ്. പക്ഷേ അതിന് ആ ഒരു ലെവൽ ടാപ്പ് ചെയ്ത് വലിയൊരു ക്യാൻഡിലാണ് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്തത്. പക്ഷേ ആ ക്യാൻഡിൽ വലിയൊരു ക്യാൻഡിലാണ് വന്ന് ടാപ്പ് ചെയ്തത്. അപ്പം 1 minute പ്രോപ്പർ എൻട്രി കിട്ടാനുള്ള ഒരു ചാൻസ് ഒന്നുമില്ല. അതുകൊണ്ട് അത് വേണ്ടേ. നമുക്ക് അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യണമെങ്കിൽ നോക്കപ്പെടാം. ഈ 23,531 ഈ ഒരു റേഞ്ചിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മേലോട്ടേക്ക് തന്നെ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അത് ടാപ്പ് ചെയ്തിട്ട് പ്രോപ്പർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തരുന്ന സമയത്ത് അപ്സൈഡിൽ ഈ ഒരു കോൾ ഓപ്ഷനിലുള്ള ഒരു എൻട്രി നോക്കാം. അതാണ് ഇപ്പോൾ കാണുന്ന നിലവിലുള്ള പുതിയൊരു ലെവലായിട്ട് കാണുന്നത്. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മേലോട്ടേക്ക് ഒരു ബുള്ളിഷ് മൊമെൻറ്റും വരാനുള്ളൊരു ചാൻസും പ്രോബിലിറ്റിയൊക്കെ ഉണ്ട്. ഇപ്പം മേലുള്ള ഹയർ ടൈം ഫ്രെയിമിൽ ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ താഴേക്ക് വരാനാണ് ചാൻസ്. ഇനി താഴെ നേരത്തെ ഞാൻ കാണിച്ച ഇൻറ്റേർണലായിട്ടുള്ള ചെറിയൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ അവിടെ നിന്ന് എൻട്രി എന്തായാലും കൺസിഡർ ചെയ്യുന്നില്ല. ഒരു നല്ലൊരു ലെവൽ ടാപ്പ് ചെയ്യട്ടെ. ഇപ്പോൾ ഇതുവരെ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 എൻട്രിയാണ് എടുത്തത്. 2 SLഉം 1 ടാർഗറ്റുമാണ്. അതിൻ്റെ ടോട്ടൽ PNL കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ലൈവ് ട്രേഡിങ് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അതായത് ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് വൈകുന്നേരം പോസ്റ്റ് ചെയ്യാണല്ലോ. 3 മണിക്ക് ശേഷം ഞാൻ എടുത്ത എൻട്രീസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അങ്ങനെ അല്ലാതെ ലൈവ് മാർക്കറ്റിൽ തന്നെ 9:15 ലൈവായിട്ട് യൂട്യൂബിൽ ലൈവ് വന്നിട്ട് ഓരോ എൻട്രീസ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന രീതിയിലുള്ള ഒരു ലൈവ് ട്രേഡിങ് പോലുള്ള സംഭവം ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ കാണാൻ ആൾക്കാരുണ്ടാവുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. ഇതിപ്പോൾ വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. ആ രീതിയിലാണല്ലോ ചെയ്യുന്നത്. മറ്റേത് ലൈവ് മാർക്കറ്റിൽ ആൾക്കാരുണ്ടാവില്ല എന്നുള്ള എനിക്ക് വലിയ പിടുത്തമില്ല. കാരണം എല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വ്യൂവേഴ്സ് ഉണ്ടാവുമോ ഇല്ല എന്നുള്ള അറിയില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ആ രീതിയിൽ ലൈവ് ചെയ്താൽ ആരെങ്കിലും കാണാനുണ്ടാവോ ഇല്ല എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലൈവ് ചെയ്യാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാകുമ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കുന്ന ഓരോ എൻട്രീസും ലൈവ് മാർക്കറ്റ് ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ യൂട്യൂബിൽ പറഞ്ഞുകൊണ്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈവായിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാനുള്ള ചെറിയ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ആരും കാണില്ലുണ്ടെങ്കിൽ പിന്നെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ തന്നെ വീഡിയോയ്ക്ക് ചെയ്യണമല്ലോ നല്ലത്. പിന്നെ അപ്പോൾ ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പറഞ്ഞതേ. ഇനി എന്തായാലും നമുക്ക് പുതിയ ഏതെങ്കിലും ഒരു ലെവലും കാര്യങ്ങളൊക്കെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് പുതിയ എൻട്രി ഒക്കെ നോക്കാം. സമയം 11:45 എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പുതിയ എൻട്രി വരികയാണെങ്കിൽ കൺസിഡർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നോക്കിയിരിക്കാം. നിഫ്റ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്തിട്ടില്ല, അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ടാപ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തേക്കാം. സ്പോട്ട് ചാർട്ടിൽ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ആ ഒരു ലെവൽ കുറച്ചും കൂടെ താഴേക്കാണ്. ഫ്യൂച്ചറിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലെവലാണ്. അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അത് ടാപ്പ് ചെയ്യാനായില്ല. അത് ടാപ്പ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ താഴേക്ക് വരണം. സ്പോട്ടിൽ അത് അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട്. ടാപ്പ് ചെയ്തിട്ടുള്ള അറിയില്ല. അതിൻ്റെ വാല്യൂ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അതിൻ്റെ വാല്യൂ വരുന്നത് ആ ഒരു ക്യാൻഡലിൻ്റെ 23,531 പക്ഷേ ആ ഒരു ലെവലുള്ളത് 530.8 അപ്പോൾ അതിൻ്റെ കുറച്ച് മേലായിട്ടാണ് മാർക്കറ്റുള്ളത്. അതായത് അത് ടാപ്പ് ചെയ്തില്ല. അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടുള്ളത്, ടാപ്പ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ വേറെ നിർവാഹമൊന്നുമില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്യാനേ വഴിയുള്ളൂ. ടാപ്പ് ചെയ്തതിന് ശേഷം 1 minute നമ്മൾ എൻട്രി എടുക്കുള്ളൂ. ഓക്കെ. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കാം. അത് ടാപ്പ് ചെയ്യണ വരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. അതാ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വന്ന് ടാപ്പ് ചെയ്ത് ഫ്യൂച്ചറിലും താഴേക്കാവും. എന്താ അത്, ഫ്യൂച്ചറിലും ടാപ്പ് ചെയ്ത് ഓപ്ഷനൊന്നും കാണാൻ തന്നെ അല്ല. കോൾ ഓപ്ഷൻ നമ്മളെ നിർമ്മല സീതാരാമൻ എന്തൊക്കെയോ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ടെന്നാണ് തോന്നണത്. ന്യൂസൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ന്യൂസ് നോക്കിയിട്ടല്ല ട്രേഡ് ചെയ്യൽ.
നമ്മളെ നേരത്തെ എടുത്ത ട്രേഡൊക്കെ അതാ പറന്ന് പോകുന്നുണ്ട് പുട്ട് ഓപ്ഷൻ. എന്തൊക്കെയോ കാര്യമായിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ടാവും, അതായിരിക്കും അങ്ങനെയൊക്കെ പോണത്. അതെന്തോ പറഞ്ഞോട്ടെ, നമ്മളെന്തായാലും ന്യൂസ് എന്താ ഇതൊന്നും സൂം ആയിട്ടൊന്നും കിട്ടുന്നില്ല, അത്രയും താഴേക്ക് പോയി. പോട്ടെ, എത്ര വേണമെങ്കിലും പോട്ടെ. എന്താണ് ഇതിപ്പോൾ ഈ ഒരു ട്രേഡ് ഇവിടെ എക്സിറ്റ് അടിച്ചില്ലെങ്കിൽ ഇത്ര പോയിനൊക്കെ നമ്മൾ വിചാരിക്കുക, അതൊക്കെ വെറുതെ വിചാരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചില്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് വെച്ചിട്ടുണ്ടാവും, ആ കോസ്റ്റ് അടിച്ചിട്ടേക്കാണ് പോയിട്ടുണ്ടാവും. ഈ ഹ്യൂജ് മോമെൻ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ കോസ്റ്റ് അടിച്ചിട്ടുണ്ടാവും, കാരണം അത്രയും പോയ സാധനം തിരിച്ചു വരുമ്പോൾ കോസ്റ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പോണതിലൊന്നും വിഷമിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ അത് എടുത്ത് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചില്ലെങ്കിൽ ഇത്ര കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ റിയലായിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് അടിച്ചിട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കിട്ടിയ പ്രോഫിറ്റും ഉണ്ടാവില്ല, ഈ വലിയ പ്രോഫിറ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ ഫാളിൽ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടുന്ന ഒക്കെ ഉള്ള പ്രതീക്ഷയൊക്കെ വരും അങ്ങനെ കാണാൻ പറ്റും. അതിനൊന്നൊരു കാര്യമില്ല. ഇത് ഭയങ്കര ഫാളാണല്ലോ. നമ്മളെ അടിയിൽ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റിലുള്ള 23,422 ലെവലൊക്കെ ടാപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലെവല് അല്ല ഇത് ഇന്നലത്തെ അല്ലേ 14. നേരത്തെ നമ്മൾ പറഞ്ഞ ലെവല് ഈ ഒരു ഏരിയയിലാണ്. ഇനി അത് ടാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഹ്യൂജ് ഫാൾ വന്നിട്ട് ഇന്നലത്തെ പ്രീവിയസ് ഡേ മാർക്കിങ് വെച്ചിട്ടുള്ള ലെവലാണ് ഇപ്പോൾ ടാപ്പ് ചെയ്തത്. അതായത് 5 മിനിറ്റ് അല്ല 15 മിനിറ്റിലുള്ള ഹയർ ടൈം ഫ്രെയിം ഇന്നത്തെ ഡേ ലോയും കടന്നിട്ട് അത്രയും താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ് വെച്ചാൽ നമുക്ക് എൻട്രി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറൊക്കെ ഫോം ആവാൻ വേണ്ടിയിട്ട് അടിയിലുള്ള സകലമാനം ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മേലോട്ടേക്ക് നോക്കാൻ പറ്റിയ ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. ഒരു കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റിയ ഏരിയയിൽ വെച്ചാൽ ലിക്വിഡിറ്റി എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ മേലേക്ക് പോകാനുള്ളൊരു പ്രോബിലിറ്റിയാണ് ഉള്ളത്. ഒരു പ്രോപ്പർ സ്ട്രക്ചർ കിട്ടുകയാണെങ്കിൽ മേലോട്ടേക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ആ ട്രേഡ് ഹ്യൂജ് എമൗണ്ടാണല്ലോ പോയത്, മറ്റേ 100 പോയിൻ്റൊക്കെ പോയിട്ടുണ്ട് കൊണ്ട്. പക്ഷേ അതിൽ കാര്യമില്ല. അങ്ങനെ നമുക്ക് ഇങ്ങനെ പലതും തോന്നും. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല ഫീലിങ്സ് ഉള്ളിൽ ഇങ്ങനെ വരും. ശരി, ആ ട്രേഡ് ഇത്ര പോയിൻ്റ് പോയി, അവിടെ നിന്ന് ഇങ്ങനെ കിട്ടേനെ അങ്ങനെ കിട്ടേനെ, ഒന്നും കാര്യമില്ല. അത് അങ്ങനെ വെച്ചാൽ സംഭവിക്കാതായിരിക്കും. കോസ്റ്റ് അടിച്ച് പോവുകയും ചെയ്യും. ആദ്യം കിട്ടിയ 30 പോയിൻ്റ് ഉണ്ടാവില്ല, ഇപ്പം ഇങ്ങനെ ഹ്യൂജ് പോയിൻ്റ് കാണുന്ന ഈ പോയിൻ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, പുതിയൊരു എൻട്രി കിട്ടുമോ നോക്കാം. അങ്ങനെ മാർക്കറ്റൊക്കെ അവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ബജറ്റും കാര്യങ്ങളും ചൂടും പുകയൊക്കെ കഴിഞ്ഞു. അതിൽ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ടാപ്പ് ചെയ്തതിനു ശേഷം ചെറിയൊരു മൊമെൻ്റൊക്കെ മേലേക്ക് വന്ന് വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും മേലേക്ക് പോയി. അങ്ങനെ ഭയങ്കര വോളറ്റൈലായിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇന്നത്തെ ബജറ്റിന്. എന്തായാലും സ്പെഷ്യൽ മാർക്കറ്റാണല്ലോ, ശനിയാഴ്ച ഉണ്ടായിരുന്ന മാർക്കറ്റാണല്ലോ. അപ്പോൾ എന്തായാലും അതിൻ്റെ സ്പെഷ്യാലിറ്റി കാണിക്കല്ലോ. അതിൽ ഇവിടെ ഒരു 5 മിനിറ്റുള്ള ലിക്വിഡിറ്റി ഏരിയയൊക്കെ ടാപ്പ് ചെയ്തതിന് ഇത് അവിടെ ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ഉണ്ട്. അതൊക്കെ ടാപ്പ് ചെയ്ത് വീണ്ടും ഒന്നും കൂടെ ലോ ഒക്കെ സ്വീപ്പ് ചെയ്തതിന് ശേഷം ആണ് ചെറിയൊരു മൊമെൻ്റൊക്കെ മേലേക്ക് വന്നത്. അതിൻ്റെ മുന്നേ ഇതൊരു 50 മിനിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏരിയ ആണ്. അത് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ ഒരു മൊമെൻ്റ് തന്നു. വീണ്ടും അടുത്ത ലിക്വിഡിറ്റി എടുത്ത് ഡയലോയും എടുത്ത് അതിനുശേഷം ഈ ഒരു ലോയും കൂടെ എടുത്തതിന് ശേഷമാണ് ഒരു ലിക്വിഡിറ്റി ഒരു മൊമെൻ്റ് തന്നത്. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. നമുക്ക് നേരത്തെ എടുത്ത ഒരു 3 ട്രേഡ്, രാവിലെ എടുത്ത 3 ട്രേഡ്, 2 SL ഒരു ടാർഗറ്റും, അത് വേറെ 3 ഇതാണെന്ന് വെച്ചാൽ 3 സ്ട്രൈക്കൊക്കെ കഴിഞ്ഞാൽ വേറെ ആയിട്ട് കാണിക്കാൻ ഒരു 900 രൂപ ലോസ്, ഒരു 900 രൂപ ലോസ്, ഒരു 4,500 പ്രോഫിറ്റിന്ന്. പക്ഷേ ഇതിപ്പോൾ 3 ഒരു സ്ട്രൈക്ക് തന്നെ ആയതുകൊണ്ട് അത് വേറെ ആയിട്ട് കാണിക്കാൻ അതൊക്കെ പാട് ഇതിലായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ടോട്ടൽ സമ്മാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോട്ടൽ ട്രേഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസൊക്കെ ഒന്ന് നോക്കി നോക്കാം. 50 മിനിറ്റിൽ നാളെ മാർക്കറ്റിൽ നാളെ സൺഡേ ആണ്. ഈ തിങ്കളാഴ്ചത്തേക്കുള്ള ലെവൽസ് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. നാളത്തേക്കുള്ള ലെവൽസ് നോക്കുകയാണെങ്കിൽ അടിയിലേക്കുള്ള ലെവൽ 50 മിനിറ്റിൽ ഈ ഒരു ഏരിയ ഒരുപാട് താഴെയാണ്. ഇവിടെയാണ് ഒരു ലെവലുള്ളത്, മേലോട്ടേക്ക് കണ്ടെടുക്കാനുള്ള ലെവലാണ്. അതുകൊണ്ട് നമുക്ക് പച്ച കൊടുക്കാം. മാർക്കറ്റ് ഇവിടെ എത്തണമെങ്കിലായിരിക്കും നാളെ മേലേക്ക് നോക്കുക, അതല്ലെങ്കിൽ പുതിയ ലെവൽ ക്രിയേറ്റ് ചെയ്യണം. പ്രീവിയസ് ഡേയിലുള്ള ലെവൽ വെച്ചിട്ട് മേലേക്ക് ഒരു എൻട്രി എടുക്കണമെങ്കിൽ ഇവിടെ എത്തണം. ഈ ലോ ഒക്കെ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്, പക്ഷേ ഒരു പ്രോപ്പർ ഞാൻ കൺസിഡർ ചെയ്യുന്ന ലിക്വിഡിറ്റി ഏരിയ അല്ല. ലിക്വിഡിറ്റി ഏരിയ വരുമ്പോൾ മാർക്കറ്റിൽ പല ലിക്വിഡിറ്റി ഏരിയാസും വരും. ഓരോ പ്രീവിയസ് ഡേ ഹൈയും ലോയും ഒക്കെ ലിക്വിഡിറ്റി ഏരിയാസാണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഞാൻ കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള IDX ഈ ഒരു ലെവലിലാണുള്ളത്. അതുകൊണ്ട് കുറച്ച് താഴെയാണത്. ഇനി മേലുള്ള ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡ് നേരത്തെ നമ്മൾ ഇന്ന് രാവിലെ മാർക്ക് ചെയ്ത ലെവൽ ഇന്ന് ടാപ്പ് ചെയ്തിട്ടാണ് താഴേക്ക് വന്നത്, നമുക്ക് എൻട്രി കിട്ടിയത്. അതിന് ശേഷമുള്ള ലെവൽ ഏകദേശം കുറച്ചും കൂടെ മേലായിരിക്കും. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ഇതായിരുന്നു തോന്നുന്നു. അതിൻ്റെ മേലെ ഇതൊരു ഇൻറ്റേർണലാണ്, ഇതൊക്കെ ഇൻറ്റേർണലാണ്. ഇതാണ് ഇനിയുള്ളൊരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ. അപ്സൈഡുള്ള
അപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അതിന് നമുക്ക് ചുവപ്പ് കളറും കൊടുക്കാം. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പുട്ട് ഓപ്ഷൻ ആയിരിക്കും നോക്കാം. അപ്പോൾ ഇപ്പം മാർക്ക് ചെയ്ത് നിൽക്കുന്നതിൻ്റെ മേലുള്ള തൊട്ടടുത്തുള്ള 2 ലിക്വിഡിറ്റി ഏരിയാസ് ഇത് രണ്ടാണ് നാളെ എൻട്രി കൺസിഡർ ചെയ്യാറ്. അതല്ലെങ്കിൽ നാളെ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്ന ലിക്വിഡിറ്റി ഏരിയ, ആ 3 കേസിലായിരിക്കും എൻട്രീസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻട്രീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ ഇതും കണ്ട്. ഇതിൽ നേരത്തെ നമ്മളെടുത്ത ആ ഒരു ട്രേഡിൽ വലിയ ടാർഗറ്റ് പോകുന്നില്ല മേലേക്ക്. ഈ ഒരു ട്രേഡിൽ ഇവിടെ വെക്കുന്നതിന് ഓരോ ഇവിടെയൊക്കെ വെച്ചെന്ന് വെച്ചാൽ ഹ്യൂജ് ടാർഗറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാനല്ലോ. പക്ഷേ ഞാൻ തൽക്കാലം ഇപ്പോൾ ആ രീതിയിലൊന്നും നോക്കണില്ല. പല ട്രേഡും അങ്ങനെ പോകലൊക്കെ ഉണ്ട്. ചില ട്രേഡ് ടാർഗറ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ വന്ന് SL അടിക്കില്ല. അങ്ങനെ പല രീതിയിലും കാര്യങ്ങളൊക്കെ സംഭവിക്കലുണ്ട്. പക്ഷെ അതിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ ഈ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ കൂട്ടുന്നുള്ളൂ. ചില സമയത്ത് 50 പോയിൻറ്റ്സ് വരെ കൊണ്ടുവയ്ക്കലുണ്ട്. നല്ല ഹ്യൂജ് മൊമെൻ്റം പ്രതീക്ഷിക്കുന്ന സമയത്ത് 50 പോയിൻ്റ് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു റേഞ്ച് വരെ. അപ്പോൾ ചില സമയത്ത് മാത്രം അങ്ങനെ മൊമെൻ്റം ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രം, അതിലും കൂടുതൽ അങ്ങനെ കൊണ്ടുവയ്ക്കില്ല. എന്നാളെ ഏതോ ഒരു ദിവസം 100 പോയിൻ്റ് കൊണ്ടുവച്ചിരുന്നു. പക്ഷേ അത് സ്വിംഗ് ലോ കട്ട് ചെയ്യുമ്പോൾ എക്സിറ്റ് അടിക്കാനുള്ള രീതിയിൽ വലിയ ടാർഗറ്റ് കൊണ്ടുവച്ചിരുന്നു. അതെന്തായാലും അടിക്കില്ല എനിക്കറിയാം. അല്ല അടിക്കില്ല എന്നല്ല, ചിലപ്പോൾ അടിക്കാതിരിക്കാം. പക്ഷേ എന്തായാലും സ്വിംഗ് ലോ അതായത് സ്പോട്ടിലും ഫ്യൂച്ചറിലും നോക്കിയിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെ വലിയ ടാർഗറ്റ് കൊണ്ടുവച്ചത്. അതല്ലാണ്ട് പ്രീമിയത്തിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പം 30 പോയിൻറ്റ്സ് ആണ് നോർമലി എല്ലാ ട്രേഡിലും വെക്കൽ. അതിൽ ചില ദിവസം വലിയ മൊമെൻ്റം പ്രതീക്ഷിക്കും മാത്രം 50 പോയിൻ്റ് വെക്കും. അതല്ലാതെ വലിയ ടാർഗറ്റൊക്കെ വേണമെങ്കിൽ വെക്കാം. 50, 100 പോയിൻ്റ് ഒക്കെ വെച്ചിട്ട് ട്രയൽ ആയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ഒരു ലെവലിൽ ഞാൻ എന്തായാലും അങ്ങനെ നോക്കണില്ല. കുറച്ചും കൂടെ കാലം കഴിഞ്ഞ് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ആ ഒരു ലെവലിലേക്കൊക്കെ ഞാൻ പോകുന്നുള്ളൂ. പിന്നെ ഈ ട്രേഡിങ്ങിൻ്റെ ഇപ്പോൾ ഞാൻ ട്രേഡിങ്ങിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് ഫുൾ ടൈം ട്രേഡിങ് മാത്രമായിട്ട് വേറെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഫുൾ ടൈം ട്രേഡിംഗ് എന്നുള്ള രീതിയിലൊക്കെ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുന്ന സമയത്തായിരിക്കും അങ്ങനെയുള്ള ഓരോ എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുള്ളൂ. ഇപ്പം എന്തായാലും നിലവിൽ ഈ ഒരു രീതി തന്നെ, അതായത് എത്ര പോയിൻ്റ് പോയാലും എനിക്ക് പ്രശ്നമില്ല. അതായത് വലിയ ടാർഗറ്റ് ഇപ്പോൾ എക്സിറ്റ് അടിച്ചതിന് ശേഷം ഹ്യൂജ് മൊമെൻ്റം വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല. ഈ ഒരു ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ലെവലിൽ എന്തായാലും ഈ രീതിയിൽ ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നുള്ളൂ. മറ്റേ രീതിയിൽ ഹ്യൂജ് ടാർഗറ്റ് വെക്കുന്നത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു പോയിൻറ്റും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വിട്ടതാണ് നേരത്തെ പറയാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഇപ്പം പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.